അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക എടാ പാമ്പ് കടിച്ച എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്. അല്ലേ? ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാനും അവസ്ഥയില. നിനക്കെന്താ അവസ്ഥ? അല്ല, മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. ഫ്ലാഷ് ബാക്ക്. അതുകൊണ്ടല്ല അടക്കരുതെന്ന് പറഞ്ഞേ. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇറങ്ങി ഓടണം തോന്നിയാൽ അത് നടക്കത്തില്ല. ബുർഖ ധരിച്ചുകൊണ്ട് സ്ത്രീകൾ ഇന്ത്യയിലെ തെരുവുകളിൽ കൂടി നടക്കുന്നത് അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന ഒരു കാഴ്ചയാണ്. അംബേദ്കറുടെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന ആൾക്കാരൊന്ന് കൈവയ്ക്കാൻ നന്നായിരുന്നു. അതിനെപ്പറ്റി ചോദിക്കണ്ട, എനിക്ക് ഭ്രാന്തായി പോകും. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാത്തതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഹിന്ദു മതത്തിലുള്ള എല്ലാ കൊള്ളരുതായ്മകളും, അതൊരു കൊളോക്കിയൽ ലാംഗ്വേജിൽ ഞാൻ പറയുകയാണ്, ഇസ്ലാമിലുണ്ട്, അതിനേക്കാൾ കൂടുതലുമുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിൽ സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള ഒരു മതമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ. വളരെ കറക്റ്റ്. ഖുർആൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പുസ്തകമാണ് എന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാഴ്ചയാ മതിയല്ലോ എന്ന് കരുതിയാ. പിന്നിതെങ്ങനെ ഒരു അടിപിടിയായി മാറി? ഞാൻ പറയാം. കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാകില്ല, അതിനൊരു തീപ്പൊരി വേണം. മഹാട് സത്യാഗ്രഹത്തിന്റെ സന്ദർഭത്തിൽ അംബേദ്കർ കത്തിച്ചത് ഖുർആനല്ല, മനുസ്മൃതിയാണ്. എന്തിനാടാ നിക്കുന്നത്? വിട്ടു പോ. അന്ന് കാട്ടുതീ പടർന്നു. അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് പോകുന്ന സമയത്ത് മനുസ്മൃതിയാണ് കത്തിച്ചത്. ശരിയാണ്. അദ്ദേഹം താൻ ഏത് മതത്തിലാണോ നിൽക്കുന്നത് ആ മതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളാണ് കത്തിക്കുന്നത്. മനസ്സിലായ? പിന്നെ അതിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ്, മറ്റൊരു മതത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം അവിടെ ഖുറാനും ബൈബിളും എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കേണ്ട കാര്യമില്ല. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. മുതലാളി, ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. എനിക്ക് സമയം വേണ്ടേ? എനിക്ക് സമയം വേണ്ടേ? സംവരണം ചോദിക്കുന്നില്ല, സമയം മതി. നോക്കൂ, വളരെ ലളിതം. സംവരണം മോശമാണോ? സംവരണം മോശമാണോ? സംവരണം മോശമാണോ? ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി. ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് ബെൻസേ. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. സംവരണം മോശമാണോ? അല്ല, കൂവുന്ന എന്തിനാ? കൂവുന്ന എന്തിനാ? ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. എന്റെ ഓപ്പർച്യൂണിറ്റി കേൾക്കൂ, കേൾക്കൂ. ഞാൻ കൂവി തോപ്പിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ, മറുപടി പറയുകയല്ലേ. എന്തരായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുണ്ട്. അത് നിങ്ങൾ കാണിക്കുന്ന മര്യാദയല്ല, നിങ്ങൾ കാണിക്കുന്നത് മര്യാദയല്ല. അങ്ങനെയാണെങ്കിൽ ടൈം എല്ലാം കൊടുക്കണമായിരുന്നു. അത് പോയിന്റ്. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. ഞാൻ നിങ്ങളുടെ ഗസ്റ്റ് അല്ലേ? ഞാൻ നിങ്ങളുടെ ഗസ്റ്റ് അല്ലേ? ശിവനേ, എനിക്ക് 3 കിങ്ങിനെ കിട്ടിയാൽ എതിരാളിക്ക് 3 ഏസിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാ ലോകത്തുള്ളത്. അവന്റെ മുന്നിലുള്ള ആളുകളെ പറ്റി അവൻ ചിന്തിക്കുന്നേയില്ല. അവൻ കണ്ണടച്ചിരുട്ടാക്കുക. അപ്പൊ സമയം നിങ്ങൾ ആദ്യം അവസാനം സംസാരിക്കുന്ന ആളിനോടല്ല നിങ്ങൾ ഇടപെടേണ്ടത്. 50 minutes ആണ് സർ. ആയിക്കോട്ടെ, പക്ഷെ അത് മോഡറേറ്റർ തീരുമാനിക്കണ്ടേ? ഒരുപാട് കാര്യങ്ങൾ 2 ആൾക്കാർ പറഞ്ഞിട്ട് 3 ആൾക്കാർ പറഞ്ഞിട്ട് അണീവനായിട്ടുള്ള ഒരു പാനലിൽ ഇരുന്നിട്ട് സംസാരിക്കാതെ തിരിച്ചു പോകണമെന്നാണ് വിചാരിച്ചെങ്കിൽ മനോരമയെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓടിച്ചു വന്ന അതിനല്ല, പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇതേ ഇനവും തരവും തണ്ടിയും വേറെ ശ്രീധര, നീ താങ്ങത്തില്ല. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഇതിന് അവസാനം പറഞ്ഞൊരു കാര്യം, അതായത് ഗുജറാത്ത് ഭ്രൂണഹത്യ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗുജറാത്തിലേക്ക് പോകണ്ട. ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. നമ്മളിവിടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് കുത്തിപ്പിളർന്ന് ഭ്രൂണത്തിനെ എടുത്ത് ഹത്യ ചെയ്തു എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അതിനെ വെറും കാർഷിക കലാപമാണ് എന്ന് പറയുന്ന ആൾക്കാർ, അത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുന്ന ആൾക്കാർ നമ്മളെയാണല്ലോ മച്ചമ്പി. അങ്ങനെയാണെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ കോളം എഴുതുന്ന ശ്രീ ശ്യാംകുമാർ ഓർക്കേണ്ടത് എന്താണ് മതരാഷ്ട്ര സ്ഥാപനത്തിനെ കുറിച്ച് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് എന്നാണ്.
മതരാഷ്ട്ര സ്ഥാപനം എന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പാണ്ടിലോറി പാഞ്ഞൊരുമ്പോ ചില മാക്കറുകൾ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കും. ഇതായിരിക്കും നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ വന്ന് ഇങ്ങനെയുള്ള ഒരു പബ്ലിക് വേദിയിൽ ഇരുന്ന് മറ്റൊരു ദിവസം പറയാമെന്ന് പറയുന്നതല്ലാതെ മറ്റു മതങ്ങളെ അംബേദ്കർ വിമർശിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറയാനോ ഉൾക്കൊള്ളാനോ ഉള്ള ത്രാണി നിങ്ങൾക്കില്ല. നിന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ ഒറ്റ വീണ്ടും കാട് കയറിയുന്നു. പ്രധാനമായിട്ട് അംബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, the Muslims have all the social evils of the Hindus and something more. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ ഇതുവരെ ഹിന്ദുയിസത്തിനെ പറ്റി പറഞ്ഞതും അതിന് എക്സ്ട്രായും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ ഗ്രാവിറ്റിയിൽ നിങ്ങൾ പറയുന്നില്ല. എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ് വല്ലതും ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ഇന്ത്യയിൽ മുസ്ലിങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ബ്രദർഹുഡ് ഓഫ് ഇസ്ലാം ഈസ് നോട്ട് ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് മാൻ, ഇറ്റ് ഈസ് ബ്രദർഹുഡ് ഓഫ് മുസ്ലിംസ് ഫോർ മുസ്ലിംസ് ഓൺലി. ഇന്ത്യ പഠനത്തിന് അംബേദ്കറിന്റെ സ്റ്റഡീസ് ഒരു മാതൃകയാണോന്നോ? എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീജിത്ത് അതിനും മറുപടി പറഞ്ഞില്ല. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് അടക്കാൻ നിൽക്കല്ലേ, ഒടച്ച് കൈ തരും ഞാൻ. ആ മതത്തിലുള്ള ആൾക്കാരല്ലാത്ത മറ്റുള്ള ആൾക്കാരോട് കണ്ടംപ്റ്റ്, നിങ്ങൾക്ക് എനിമിറ്റി, ശത്രുത ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാളിനെ പറ്റി നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. അസംബ്ലി പിരിച്ചുവിട്ടു. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല ചേട്ടാ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ കാലത്ത് അംബേദ്കറിനെ എങ്ങനെ വായിക്കണമെന്ന് നിങ്ങളിൽ വായന തുടങ്ങണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതിനാണ്. നീ നിனைச்சேன் என்ன வேணாலும் பண்ணலாம், எனக்கு பயம் இல்ல, அதுக்கு தான் സാമ്പിൾ. എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാനാടാ? വല്ല പല്ലുവേദനയാണെങ്കിൽ നോക്കായിരുന്നു. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നിങ്ങൾ ഇത് കൺക്ലൂഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ കൺക്ലൂഡ് ചെയ്യണം. നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഒപ്പീനിയൻ പാസ് ചെയ്യാനല്ല. കൺക്ലൂഷനാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ മലബാർ കലാപത്തെ കുറിച്ച് പറഞ്ഞ കാര്യം. അതെ, നീ ഒന്നും പണയണ്ട. ചെറുക്കം കൊടുത്ത് തള്ളി അല്ലേണ്ടോ? മനോരമ നിങ്ങളുടെ അപ്പോളജിയിൽ ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. We can discuss outside. Please, we can. I totally agree. Otherwise it will be far-fetched. Thank you. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.